Hi guys, welcome back to my channel. അങ്ങനെ നമ്മുടെ ക്യാൻസർ പേഷ്യൻസിനുള്ള സ്പെഷ്യൽ റെസിപ്പീസ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലത്തെ രണ്ടാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ക്യാരറ്റ് ആണ് ആദ്യത്തെ വെജിറ്റബിൾ ചൂസ് ചെയ്തത്. സോ എല്ലാവർക്കും സ്വാഗതം ചാനലിലേക്ക്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യൂ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ക്യാരറ്റും അവിലും നനച്ചതാണ്. ഒരു സ്പെഷ്യൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം അവില്, ഏകദേശം 2-3 കപ്പ് വരും. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര, ഒന്നല്ലെങ്കിൽ ചീവി എടുക്കാം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് മധുരത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലത്തെ ഞാൻ പറഞ്ഞ പോലെ ക്യാൻസർ പേഷ്യൻസിനുള്ള റെസിപ്പിയാണ്. അപ്പോൾ അവരുടെ ടേസ്റ്റ് ബഡ്സിനൊക്കെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഞാൻ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള ഉപ്പ് മസ്റ്റാണ് കേട്ടോ. ഒരു നുള്ള ഉപ്പ് മസ്റ്റാണ്, എല്ലാം ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ 100 ഗ്രാം അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം കപ്പിൽ അളവ് പറയുകയാണെങ്കിൽ ഒരു 2-3 കപ്പോളം വരും കേട്ടോ. അപ്പം ഞാനിതെല്ലാം നന്നായിട്ട് ആദ്യം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്പുവാണ്. ക്യാരറ്റ് ഞാൻ ചീവി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കരയുടെ കാര്യം പറയുകയാണെങ്കിൽ ശർക്കര ഞാൻ പൊടിയായിട്ട് തന്നെ വാങ്ങിയതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചീവിയിട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയത്, ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 2 മുതൽ 1/4 കപ്പ് വരെ ആഡ് ചെയ്ത് കൊടുക്കാം. മധുരവും ആവശ്യത്തിനനുസരിച്ച് കൂട്ടിക്കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 2 മുതൽ 3 ക്യാരറ്റ് വരെ നിങ്ങൾക്ക് എടുക്കാം. ചീവിയതാണ്. നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ്, തൊലി ഒരു പീലർ കൊണ്ട് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ചീവി എടുത്തതാണ്. ഞാനിപ്പോൾ ഫുഡ് പ്രോസസ്സറിലാണ് ചീവി എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫുഡ് പ്രോസസ്സർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ സാധാരണ ക്യാരറ്റ് സ്ക്രേപ്പറിൽ സ്ക്രേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പം നന്നായിട്ട് കുഴച്ചു, എന്നിട്ട് അത് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ശർക്കരയും അവിലും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച ശേഷമാണ് ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടോ. എല്ലാം കൂടെ കുഴച്ചാലും മതി. ഞാൻ ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് പോണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനമാണ് ക്യാരറ്റ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാണ്. വളരെ കുട്ടി റെസിപ്പിയാണ്, ആകെ 2-3 മിനിറ്റേ ഉള്ളൂ വീഡിയോ. പക്ഷേ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഹെൽത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച്, സ്നാക്ക് എപ്പോൾ വിശക്കണോ അപ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സാധനമാണ്. അവിൽ കൊണ്ട് ഒരു ദോഷമില്ല. ഞാനിവിടെ മട്ടയരി കൊണ്ടുള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. സോ ഹെൽത്തിയാണ്. ക്യാരറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇനി പറയണ്ടല്ലോ. ഇനി ഇതിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട്. ഇതാണ് ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. എത്ര ഗുണമുള്ള സാധനമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എള്ള്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളം എടുത്ത് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കടുക് പൊട്ടുന്ന പോലെ ഒന്ന് പൊട്ടും. എണ്ണയില്ലാതെയാണ് കേട്ടോ വറുത്തെടുത്തിരിക്കുന്നത്. അപ്പം അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. 1 മുതൽ 2 ടീസ്പൂൺ വരെ ആവാം. അപ്പം അത് ഞാൻ മേലെ ഇതാ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്കും ആ ഒരു ടേസ്റ്റും ഒക്കെ വരും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് അവിലും നനച്ചത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആർക്ക് വേണമെങ്കിലും കഴിക്കാം. ഭയങ്കര ഹെൽത്തിയാണ്. ഓരോ ബൈറ്റിലും നമുക്ക് ആ പച്ചമുളകിൻ്റെ എരിവും മധുരവും തേങ്ങയുടെ മധുരവും ക്യാരറ്റും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. വയറ് നിറയും. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ക്യാരറ്റ് റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.